2020 മാർച്ച് 1 പുറത്തിറങ്ങിയ പുതിയ ഇമിഗ്രേഷൻ നിയമം നിലവിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇഷ്യൂ ചെയ്ത സ്കിൽഡ് വർക്കേഴ്സിന്റെ വിസ എന്ന് പറയുന്നത് ഏതാണ്ട് 25,000-ന് മുകളിലാണ്. ഇതിവിടെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരു വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടിയവരോ അല്ലെങ്കിൽ നിങ്ങൾ അക്കാഡമിക് ഡിഗ്രി നേടിയ ഒരാളാണ്, നിങ്ങൾക്ക് ജർമ്മനി പോലുള്ള രാജ്യത്ത് വന്ന് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പുതിയ നിയമപ്രകാരം നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാവുന്നതാണ്. ഈ നിയമം എന്താണെന്നും ഈ നിയമം വെച്ച് നമ്മൾ ക്വാളിഫൈഡ് ആണോ ഇവിടെ വന്ന് ജോലി ചെയ്യാനായിട്ട്, അങ്ങനെ ആണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ പ്രസന്റ് ചെയ്യണം, എവിടെ പ്രസന്റ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് സ്കിൽഡ് ഇമിഗ്രേഷൻ ആക്ട് എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങാം ഞാൻ. സ്കിൽഡ് ഇമിഗ്രേഷൻ ആക്ട് എന്ന് പറയുന്ന ഈ പുതിയ നിയമപ്രകാരം ക്വാളിഫൈഡ് പ്രൊഫഷണൽസിന് ജർമ്മനിയിലേക്ക് വന്ന് ജോലി ചെയ്യാനായിട്ട് ഉള്ള ആ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. പണ്ട് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉള്ള സ്കിൽഡ് വർക്കേഴ്സിനായിരുന്നു ജർമ്മനിയിൽ വന്ന് ജോലി നോക്കാനായിട്ടും ഇവിടെ വന്ന് ജോലി ചെയ്യാനായിട്ടും അവസരം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ പുതുക്കിയ നിയമപ്രകാരം ഒരു വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടിയ സ്കിൽഡ് വർക്കറിനും ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് പറ്റും. കറന്റ്ലി ഇപ്പൊ ഇവിടെ ഷോർട്ടേജ് ഉള്ള ഫീൽഡുകൾ എന്ന് പറയുന്നത് ഒന്ന് മെഡിസിന്, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് ഫീൽഡ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്, IT ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ക്രാഫ്റ്റ് ട്രേഡ് സെക്ടറിൽ ഷോർട്ടേജ് ഉള്ള ജോബ് ഫീൽഡുകളാണ് ഇലക്ട്രീഷ്യൻസ്, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേറ്റേഴ്സ്, ലേത്ത് ഓപ്പറേറ്റേഴ്സ്, പ്ലാസ്റ്റിക് പ്രോസസ് വർക്കേഴ്സ്, പിന്നെ പൈപ്പ് ഫിറ്റേഴ്സ്, വെൽഡർ ടെക്നീഷ്യൻസ്, പിന്നെ മെക്കാനിക്കൽ ടെക്നീഷ്യൻസ് എന്നിങ്ങനെയുള്ള ഫീൽഡുകൾ. കെയർ സർവീസ് ഫീൽഡിൽ ജോബ് ഷോർട്ടേജ് ഉള്ള ഫീൽഡുകളാണ് ഹെൽത്ത് കെയർ സർവീസസിലുള്ള വർക്കേഴ്സും അതുപോലെ എൽഡർലി കെയർ സർവീസിലുള്ള വർക്കേഴ്സ്. ഇപ്പൊ ഉദാഹരണത്തിന് ജീരിയാട്രിക് നഴ്സിംഗ്. നിങ്ങളിപ്പോൾ ഒരു നോൺ EU സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ജോലി ചെയ്യണമെങ്കിൽ വിസ അത്യാവശ്യമാണ്. അതുപോലെ ജർമ്മനിയിൽ 2 രീതിയിലാണ് സ്കിൽഡ് വർക്കേഴ്സിനെ തരംതിരിച്ചേക്കുന്നത്. ഒന്ന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടിയ സ്കിൽഡ് വർക്കേഴ്സും, 2 അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നേടിയ സ്കിൽഡ് വർക്കേഴ്സും. പ്രൊഫഷണൽ ട്രെയിനിങ് നേടിയ സ്കിൽഡ് വർക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് വൊക്കേഷണൽ ട്രെയിനിങ് നേടിയ ഒരാളെന്ന, അതായത് നിങ്ങളിപ്പം ഒരു സ്പെസിഫിക് ജോലി ചെയ്യാനായിട്ട് ട്രെയിനിങ് നേടിയ ഒരാൾ. അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏത് കോഴ്സിലാണോ ആ കോഴ്സിന്റെ ഡ്യൂറേഷൻ അറ്റ്ലീസ്റ്റ് 2 വർഷം ഉള്ളതായിരിക്കണം. അക്കാഡമിക് ട്രെയിനിങ് നേടിയ ഒരു സ്കിൽഡ് വർക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു ഡിഗ്രി നേടിയവരായിരിക്കണം. നിങ്ങൾക്കൊരു വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്, അത് ഒരു നോൺ EU രാജ്യത്തിൽ നിന്നാണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ നേടിയതെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനി പോലൊരു രാജ്യത്ത് വന്ന് ജോലി ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ജർമ്മനിയിൽ റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പുതിയ നിയമപ്രകാരം നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, റെക്കഗ്നീഷനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ കാണുന്ന കാർഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തേത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. B1 എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. B2 ആണെങ്കിൽ നല്ലത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് അവർ പറയുന്നത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് അവരോട് തിരിച്ച് പറയാനായിട്ടുമുള്ള ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് കിട്ടത്തുള്ളൂ. മൂന്നാമത്തേതാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള പ്രൂഫ് നിങ്ങൾ കാണിക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് സെർച്ച് വിസ കിട്ടും 6 മാസത്തേന്. ജോബ് സെർച്ച് വിസയിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു 10 മണിക്കൂർ മാത്രമേ ആഴ്ചയിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എംപ്ലോയി ആയിട്ട് ഒരു ട്രയൽ ബേസിസിൽ ജോലി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ വന്ന് ജോലി നോക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഡിഗ്രി റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കണം ജർമ്മനിയിൽ. അതുപോലെ നിങ്ങളുടെ ലാംഗ്വേജ് വേണം, അറ്റ്ലീസ്റ്റ് B1 ലാംഗ്വേജ് എങ്കിലും വേണം. നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട് എന്ന് കാണിക്കുന്ന പ്രൂഫും കൂടി വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് സീക്കർ വിസ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോബ് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. 6 മാസത്തേക്കായിരിക്കും വിസ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ വിസയിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് ഒരു ട്രയൽ ബേസിസിൽ ഒരാഴ്ചയിൽ 10 മണിക്കൂർ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും.
നിങ്ങളിപ്പോൾ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് നേടിയവരോ അല്ലെങ്കിൽ അക്കാഡമിക് ട്രെയിനിങ് നേടിയവരോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് ഈ ജോബ് സീക്കർ വിസ കിട്ടി ഇവിടെ വന്ന് ജോലി അന്വേഷിക്കണമെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ ചില കേസിൽ അത് പാർഷ്യൽ റെക്കഗ്നീഷൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തായിരിക്കും ഇനിയും ഉള്ള പ്രൊസീജിയേഴ്സ് എന്നുള്ളതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ റെക്കഗ്നീഷൻ ചെയ്യിപ്പിക്കാനായിട്ട് കൊടുത്തു, പക്ഷെ നിങ്ങൾക്കത് ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആയിട്ട് കിട്ടിയില്ല, നിങ്ങൾക്കൊരു പാർഷ്യൽ റെക്കഗ്നീഷനാണ് കിട്ടിയത്. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്കൊരു ഡെഫിസിറ്റ് വെഷൈഡ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം എന്തുകൊണ്ട് ഫുള്ളി റെക്കഗ്നീഷൻ കിട്ടിയില്ല എന്നുള്ളത് ഞാൻ ഇനിയും പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നോ അതോ അതിന്റെ കോമ്പിനേഷനോ കൊണ്ടായിരിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസിലുള്ള പോരായ്മകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തിയററ്റിക്കൽ സ്കിൽസിലുള്ള പോരായ്മകൾ. മൂന്നാമത്തേത് നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കിൽസിലുള്ള പോരായ്മകളും അതിന്റെ കൗണ്ടർ മെഷേഴ്സും. അപ്പോൾ നിങ്ങൾക്ക് ഈ പോരായ്മകളൊക്കെ നികത്താനായിട്ട് ജർമ്മനിയിൽ വന്ന് ഒരു അഡീഷണൽ ട്രെയിനിങ് കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് ഫുൾ റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിസ ലഭിക്കും. അത് 18 മാസത്തേക്കായിരിക്കും വിസ ലഭിക്കുന്നത്. ചില കാരണത്താൽ ചില കേസിൽ 24 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ എന്തായാലും ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് നേടാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് A2 ലെവൽ ജർമ്മൻ കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ ക്ലാസ്സുകൾ മനസ്സിലാക്കാനും പഠിക്കണമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് B1 എങ്കിലും വേണം. പക്ഷേ B2 ഉണ്ടെങ്കിൽ വളരെ നല്ലത്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളപ്പോൾ അഡീഷണൽ ട്രെയിനിങ്ങിനായിട്ട് ജർമ്മനിയിൽ വന്നു, നിങ്ങളുടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആയി ജർമ്മനിയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് സെർച്ച് വിസ കിട്ടും, നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്ത് ജോലി നോക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇവിടെ ജോബ് സെർച്ച് വിസയിൽ ജോലി കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ബ്ലൂ കാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി ഇവിടുത്തെ ജർമ്മൻ ഗവൺമെന്റ് ഷോർട്ടേജ് സ്കിൽഡ് സെക്ടറിൽ പെടുത്തിയതാണെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ ഇൻകം 43,056 യൂറോയിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കാർഡ് കിട്ടാൻ നിങ്ങൾ എലിജിബിൾ ആണ്. ഇനിയിപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട എന്നുള്ളതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ വാലിഡ് പാസ്പോർട്ട് വേണം, അതുപോലെ ആപ്ലിക്കേഷൻ ഫോമും ഡിക്ലറേഷൻ ഫോമും ഫില്ല് ചെയ്ത് അത് വേണം, പിന്നെ 3 ബയോമെട്രിക് പാസ്പോർട്ട് ഫോട്ടോസ് വേണം. അതുപോലെ നിങ്ങളൊരു കവറിംഗ് ലെറ്റർ എഴുതണം. നിങ്ങൾ ജോബ് സെർച്ച് വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ എന്തായിരിക്കും, ഇൻ കേസ് ഇപ്പം നിങ്ങൾ ജോബ് സെർച്ച് വിസയിൽ വന്നു ജോലിയൊന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്തൊരു കവറിംഗ് ലെറ്റർ, അതുപോലെ നിങ്ങളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെയും അതുപോലെ വർക്ക് എക്സ്പീരിയൻസിൻ്റെയും പ്രൂഫ് വെക്കണം. പിന്നെ ഒരു പേഴ്സണൽ CV ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ കാണിച്ചിരിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, അപ്പോൾ അതിനൊന്നെങ്കിൽ നിങ്ങളുടെ ഫെർഫ്ലിഷ് ടെക്ലെയറും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കാവുന്നതാണ്. പിന്നെ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്ത്യയിലെ പേഴ്സണൽ സ്റ്റാറ്റസ് കാണിച്ചുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ. ഇത് കൂടാതെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രൂഫ്, അതുപോലെ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൂടി വേണം. 75 യൂറോയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പീസിന്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റും. അതൊക്കെയാണ് പുതുക്കിയ സ്കിൽഡ് ഇമിഗ്രേഷൻ ആക്ടിന്റെ ഫീച്ചേഴ്സും നമ്മളെപ്പോലുള്ളവർക്കുള്ള അഡ്വാൻറ്റേജസും. നമ്മളെപ്പോലെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു നോൺ EU സിറ്റിസൺ വിത്ത് ഫോറിൻ ക്വാളിഫിക്കേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ കൊടുക്കുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.